നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറും. പകരക്കാരൻ ആരെന്നതിൽ തീരുമാനമായില്ല. ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും സാധ്യത. നേതൃമാറ്റം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ച്. നിലവിലെ അധ്യക്ഷന്റെ അനാരോഗ്യവും തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. നേതൃമാറ്റം അറിയില്ലെന്ന് കെ സുധാകരൻ. മാറാൻ ആരും പറഞ്ഞിട്ടില്ല. സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും സുധാകരൻ. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമെന്ന ആന്റോ ആന്റണി MP. പഞ്ചാബിൽ 2 പാക് ചാരന്മാർ പിടിയിൽ. സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് പോലീസ്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എക്സ് അക്കൌണ്ട് ഇന്ത്യ വിലക്കി. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. ഡ്രോണുകളെ തകർക്കുന്ന മിസൈലുകൾ ഇന്ത്യക്ക് കൈമാറി റഷ്യ. വിവാദങ്ങൾക്ക് പിന്നാലെ വേടന് സർക്കാർ പരിപാടിയിൽ വേദി. ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ വേടന് വീണ്ടും വേദി. ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദാക്കിയിരുന്നു. നാളെ വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ വേടന്റെ റാപ്പ് ഷോ. പൂരാവേശത്തിലേക്ക് തൃശൂർ നഗരി. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കം. സാമ്പിൾ വെടിക്കെട്ട് വൈകിട്ട്. തൃശൂർ പൂരം മറ്റന്നാൾ. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ റാലിയിൽ ഭിന്നത. റാലിയിൽ നിന്ന് വിട്ടുനിന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പാണക്കാട് സാദിഖ് അലി തങ്ങളെ ക്ഷണിക്കാതെ ഇരുന്നതിൽ പ്രതിഷേധം. ജിഫ്രി തങ്ങൾ വിട്ടുനിന്നത് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ സമ്മർദ്ദത്തെ തുടർന്നെന്ന് സൂചന. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് കെ രാജൻ. മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് കെ രാജൻ. പൂരം വിവാദത്തിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. കെ രാജന്റേത് പ്രധാനപ്പെട്ട മൊഴിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സാക്ഷരതാ പ്രവർത്തക KV റാഫിയ അന്തരിച്ചു. അന്ത്യം 59-ാം വയസ്സിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ശാരീരിക പരിമിതികൾ മറികടന്ന് അക്ഷര വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. വിടവാങ്ങിയത് നിരക്ഷരരായ നിരവധി പേർക്ക് അക്ഷര വെളിച്ചമേകി. തമിഴ്നാട് തിരുവാരൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. അപകടം ഒമ്നി വാനും ബസ്സും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘം. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുന്നത്തുമല സ്വദേശി മനോജ്. അച്ഛൻ വിജയൻ കൊലപാതകത്തിനു ശേഷം കീഴടങ്ങിയത് കാരിക്കുഴി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലെത്തി. കൊലപാതകം വസ്തുതർക്കത്തെ തുടർന്നെന്ന് നിഗമനം. KPCC നേതൃമാറ്റത്തിൽ കരുതലോടെ നീങ്ങാൻ ഹൈക്കമാൻഡ്. സംസ്ഥാന കോൺഗ്രസിലും ചർച്ചകൾ തുടരുന്നു. അതിനിടയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ പ്രതികരിച്ച് കെ സുധാകരൻ രംഗത്തെത്തി. തന്നോട് ആരും അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ പറഞ്ഞിട്ടില്ലെന്നും സ്ഥാനം തുടരാൻ കഴിയാത്ത തരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നവും തനിക്കില്ലെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം KPCCയിൽ നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. തലമുറമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്നാൽ നേതൃമാറ്റം ഉടനുണ്ടാകുമെന്നും സുധാകരന്റെ അനാരോഗ്യം തിരിച്ചടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് അധ്യക്ഷനെ മാറ്റാൻ ഒരുങ്ങുന്നതെന്നുമുള്ള വാർത്തകൾ തള്ളി സുധാകരൻ തന്നെ രംഗത്തെത്തി. ഒരു ചർച്ചയും നടന്നിട്ടില്ല. താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം? അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എന്റെ വിശ്വാസം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറിയാൽ പിന്നെ ആരെന്ന ചോദ്യത്തിന് നിലവിലുള്ളത് 2 പേരുകളാണ്. അതിൽ ഉയർന്നു കേൾക്കുന്ന ആദ്യത്തെ പേര് പത്തനംതിട്ട MP ആയിട്ടുള്ള ആന്റോ ആന്റണിയുടേതാണ്.
എന്നാൽ അധ്യക്ഷമാറ്റത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും ഊഹാപോഹങ്ങളാണെന്നും അത് സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നതായി അറിയില്ലെന്നുമായിരുന്നു ആന്റോയുടെ പ്രതികരണം. എനിക്ക് യാതൊരു വിധമായ അറിയിപ്പും ഇങ്ങനൊരു കാര്യത്തെ സംബന്ധിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം അന്തിമമായ തീരുമാനമെടുക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നുള്ള ഒരറിയിപ്പും എനിക്കിത് സംബന്ധമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം പ്രചരിക്കുന്നതെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് പേരാവൂർ MLA സണ്ണി ജോസഫിന്റേതാണ്. പക്ഷെ മുൻതൂക്കം ആന്റോയ്ക്ക് തന്നെയാകുമെന്നാണ് വിവരം. അതേസമയം പുതിയ അധ്യക്ഷൻ ആരെന്ന പ്രഖ്യാപനം വൈകില്ലെന്ന സൂചനയാണ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും നിലപാട് വിഷയത്തിൽ നിർണായകമാകും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. KPCC നേതൃമാറ്റത്തിനെതിരെ എറണാകുളം ആലുവയിൽ പ്രതിഷേധ പോസ്റ്റർ. ഫോട്ടോ കണ്ടാൽ പ്രവർത്തകർ പോലും തിരിച്ചറിയാത്ത ആന്റോ ആന്റണിയും സണ്ണി ജോസഫുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കേണ്ടതെന്ന് പോസ്റ്ററിൽ. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, മുട്ടം, കളമശ്ശേരി പ്രദേശങ്ങളിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ നേതൃത്വം സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് നടത്തിയ കൂടിയാലോചനയിലായിരുന്നു KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നതിൽ തീരുമാനം ഉണ്ടായത്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകി മന്ത്രി കെ രാജൻ. സംഭവ ദിവസം MR അജിത് കുമാറിനെ പലതവണ ഫോൺ വിളിച്ചിട്ടും എടുത്തില്ലെന്ന് മന്ത്രി. ADGP സ്ഥലത്തുണ്ടായിരുന്നെന്ന് അറിഞ്ഞാണ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചതെന്നും കെ രാജൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ADGPയുടെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടൊരുക്കങ്ങൾ നടക്കുമ്പോഴും കഴിഞ്ഞ വർഷം പൂരം അലങ്കോലപ്പെട്ടതിന്റെ അന്വേഷണം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ത്രിതല അന്വേഷണമാണ് സംഭവത്തിൽ പ്രഖ്യാപിച്ചത്. പോലീസ് ഒഴികെയുള്ള മറ്റു വിഭാഗങ്ങളുടെ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷിച്ച മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ളത്. DGPയുടെ അന്വേഷണം അവസാനഘട്ടത്തിലാണെന്നാണ് വിവരം. ഈ മാസം തന്നെ DGP സർക്കാരിന് റിപ്പോർട്ട് നൽകിയേക്കും. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ മന്ത്രി കെ രാജൻ നൽകിയ മൊഴി. ADGP സ്ഥലത്തുണ്ടെന്നറിഞ്ഞ് പലതവണ അജിത് കുമാറിനെ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി. വിഷയത്തിൽ ADGPയുടെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തും. എന്നാൽ മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. ADGP ഫോൺ എടുത്തില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണെന്നും മൊഴി കൊടുത്തത് മറച്ചുവെക്കേണ്ട ആവശ്യമില്ലെന്നും കെ രാജൻ വ്യക്തമാക്കി. പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും ആ പൂരത്തിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകളോടുള്ള അഭിപ്രായം ചോദിച്ചു. മാധ്യമങ്ങളുടെ മുമ്പാകെ വളരെ പരസ്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മൊഴിയിലും കൊടുത്തത്. അതിപ്പോൾ വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും സാധാരണ നിലയിലില്ല. അന്വേഷിക്കാൻ തീരുമാനിക്കുന്ന ഏജൻസി സാധാരണ എല്ലാവരോടും മൊഴിയെടുക്കും. അതിൻ്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെയും മൊഴിയെടുത്തു. പറയാനുള്ള എല്ലാ കാര്യങ്ങളോടും മാധ്യമങ്ങളോട് നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. മൊഴി കൊടുത്തത് രേഖാപ്രകാരമാണ്. തൃശൂർ ഇത്തവണത്തെ പൂരത്തെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എല്ലാ കൃത്യതയോടും കൂടിയാണ് ഇത്തവണത്തെ പൂരം തയ്യാറാക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനുണ്ടായ ഏകോപനമില്ലായ്മയും ദേവസ്വം ബോർഡുകളുടെ ഇടപെടലുമാണ് പൂരം അലങ്കോലപ്പെടാനുള്ള കാരണമെന്ന റിപ്പോർട്ടാണ് അജിത് കുമാർ നൽകിയിരുന്നത്. പോലീസിന്റെ അനാവശ്യ നിയന്ത്രണങ്ങളാണ് തൃശൂർ പൂരം പ്രതിസന്ധിയിലാക്കിയതെന്ന വലിയ വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ പൂരം അലങ്കോലപ്പെട്ടതിൽ തുടക്കം മുതൽ തന്നെ MR അജിത് കുമാറിനെതിരെ ആക്ഷേപങ്ങൾ ഉയരുകയും രാഷ്ട്രീയ വിഷയമായി സംഭവം മാറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. പൂരം കലക്കൽ വിവാദത്തിൽ കെ രാജന്റെ മൊഴി പ്രധാനമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP MR അജിത് കുമാറിനെതിരായ മൊഴി സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെയെന്നും ഒരു റിപ്പോർട്ടും സർക്കാർ അവഗണിച്ചിട്ടില്ലെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കും. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നിലപാടെടുക്കുമെന്നും നേരത്തെ പറഞ്ഞതാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ രാജന്റെ മൊഴി പുറത്തുവന്നതിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഏറ്റവും അടുത്തറിയാവുന്ന ആളാണ് കെ രാജൻ. അദ്ദേഹം പറയുമ്പോൾ അതിലെ ഓരോ വാക്കിനും വിലയുണ്ട്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാനത്തെ ADGPയുടെ പേര് ഉയർന്നു വരാൻ പാടില്ലായിരുന്നു എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേപ്പറ്റി ഏറ്റവും അധികം അറിയാവുന്ന ആളാണ് മന്ത്രി കെ രാജൻ. സംഭവത്തെപ്പറ്റി ആദ്യ അവസാനം രാവകൽഭേദമന്യേ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം പറയുമ്പം ആ ഓരോ വാക്കിനും അതിൻ്റെതായ വിലയുണ്ട്. വിശ്വാസപരമായും സാംസ്കാരികമായും കേരളത്തിൻ്റെ മനസ്സിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരമെന്ന് എല്ലാവർക്കും അറിയാം. ആ പൂരം നടക്കേണ്ടതുപോലെ നടന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു ADGPയുടെ പേര് ഉണ്ടാകാൻ പാടില്ലായിരുന്നു.
തൃശൂർ പൂരത്തിന് പങ്കെടുക്കേണ്ടത് കടമയാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ തനിക്ക് നൽകിയ സ്നേഹമാണ് ഇപ്പോഴത്തെ സ്ഥാനമാനങ്ങൾ. അനുവദനീയമായ സ്ഥലത്ത് നിന്ന് പൂരം കാണുമെന്നും ആചാര ചിഹ്നങ്ങളിൽ നിയന്ത്രണം പാടില്ലെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഇപ്രാവശ്യം മറ്റ് ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന് എത്രയും അടുത്ത് നിന്ന് അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു തൃശ്ശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ്. പൂരത്തിലെ ചില അവകാശങ്ങളും ചില നമുക്കൊരിക്കലും നീക്കി വയ്ക്കാൻ പറ്റുന്ന ആചാരവുമായി ചേർന്ന ചില അവകാശങ്ങളുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളിലെ അവകാശങ്ങൾക്കൊന്നും ഇതൊരു തടസ്സമാവില്ല. അല്ലെങ്കിൽ അത് നല്ലതാണ്. ഇത് സമൂഹത്തിൻ്റെ സ്വത്താണ് ഈ ആഘോഷം എന്ന് പറയുന്നത്. അപ്പം സമൂഹത്തിന് നിരക്കുന്നതായ തരത്തിൽ പ്രദർശന നഗരി എന്ന് പറയുന്നത് ഒരുങ്ങി നിൽക്കുന്നത് ഒരു എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്നതിന് അത് വളരെ നല്ലതാണ്. ധനലക്ഷ്മി ഹൈ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ് പൂരം പൊടിപൂരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. പവേർഡ് ബൈ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെന്റർ, എ യൂണിറ്റ് ഓഫ് തൃശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ്, ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ തൃശൂർ. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ്. അസോസിയേറ്റ് സ്പോൺസർ ബാങ്ക് ഓഫ് ബറോഡ. പുളിമുട്ടിൽ സിൽക്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ് ജനഹൃദയങ്ങളിലേക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുകയുമായി ഗോൾഡ് ലോൺ, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ ആൻഡ് അഗ്രികൾച്ചർ ലോൺസ്. കോപ്പുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. കോപ്പുനന്ദിലെ ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. കോപ്രോ കോക്കനട്ട് ഓയിൽ, ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ്. സാമ്പത്തിക കാര്യങ്ങളോർത്തിനി ടെൻഷനേ വേണ്ട. അക്വില ഫിനാൻസ് ലിമിറ്റഡ്, ദി ലെഗസി ഓഫ് ട്രസ്റ്റഡ് സർവീസ്. സിൽവർ സ്റ്റോം, സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഫൺ ഡെസ്റ്റിനേഷൻ. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട് 7-ന് തേക്കിൻകാട് മൈതാനിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ അവസരമൊരുക്കും. ഇത്തവണ തിരുവമ്പാടി ദേവസ്വമാണ് സാമ്പിളിന് തിരികൊളുത്തുക. തിരുവമ്പാടിക്കായി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനായി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ടൊരുക്കുന്നത്. വെടിക്കെട്ടിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവ് അഗ്രശാലയിലും തിരുവമ്പാടി കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് ചമയങ്ങൾ പ്രദർശിപ്പിക്കുക. നെറ്റിപ്പട്ടങ്ങൾ, ആലവട്ടം, വെഞ്ചാമരം, വർണ്ണക്കുട എന്നീ ചമയങ്ങളും പ്രദർശനത്തിനുണ്ടാകും. ഇന്നും നാളെയും പ്രദർശനം തുടരും. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ആരംഭിച്ചു. പാറമേക്കാവിന്റെ ചമയ പ്രദർശനം അഗ്രശാലയിലും തിരുവമ്പാടിയുടേത് കൗസ്തുഭം ഹാളിലുമാണ് നടക്കുന്നത്. നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ പൂരത്തിന്റെ വിസ്മയ ലോകത്തേക്കുള്ള കവാടമാണ് ചമയ പ്രദർശനങ്ങൾ. മഴവില്ല് തോൽക്കുന്ന നിറത്തോടെയാണ് പൂരക്കുടകളുടെ തല ഉയർത്തിയുള്ള നിൽപ്പ്. കുടയുടെ കാലുകളും വർണ്ണത്തുണികളിൽ പൊതിഞ്ഞ് തിളക്കമേറ്റിയിട്ടുണ്ട്. ആനയുടെ ആടയാഭരണങ്ങളും ഒട്ടേറെയുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും തിളക്കമുള്ള പലതരം മണികൾ. തിളക്കങ്ങളെ വെല്ലുന്ന നിറങ്ങളിലാണ് ഇവയുടെ കയറുകൾ ഒരുക്കിയിരിക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം മിഴി തുറന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ MK വർഗീസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയ പ്രദർശനവും പൂരപ്രേമികളിലേക്കെത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സ്വാമി സദ്ഭവാനന്ദ, ഇമാം സെയ്ഫുദ്ദീൻ അൽ ഖാസിമി എന്നിവർ ചേർന്നായിരുന്നു ഉദ്ഘാടനം.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, മേയർ MK വർഗീസ്, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.